Invited to Lighten Marthoma Study Forum. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ മതേതരത്വത്തിനും മതസ്വാതന്ത്ര്യത്തിനും ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നതിലുള്ള നിറഞ്ഞ അഭിമാനബോധം എനിക്കും നിങ്ങൾക്കുമുണ്ട്. ആ അഭിമാനബോധത്തോടുകൂടി തന്നെയാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പും പിമ്പും പല ഘട്ടങ്ങളിലായി, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലഘട്ടത്തിനുള്ളിൽ ഈ സ്വാതന്ത്ര്യം ചില ഛിദ്രശക്തികൾ തകർക്കാനും അതിനെതിരെ വെല്ലുവിളി ഉയർത്താനും ശ്രമിക്കുന്നത് നമുക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക്, അതുപോലെ തന്നെ മനുഷ്യാവകാശ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വലിയ ആശങ്കകൾ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. കാരണം ഇത്രയും കാലമുള്ള രാജ്യത്തിന്റെ നിലപാടിൽ നിന്ന് ഘട്ടം ഘട്ടമായി മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. മനുഷ്യാവകാശ ധ്വംസനം എല്ലാ കാലങ്ങളിലും നടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും ഓരോ ദിവസവും കഴിയുന്തോറും ആ മനുഷ്യാവകാശത്തിന് ധ്വംസനത്തിന്റെ ഗ്രാവിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന വസ്തുത. എന്തായാലും എന്നെ ശ്രവിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും, പ്രത്യേകിച്ച് എൻ്റെ പ്രിയ സുഹൃത്ത് വിൽസനും സ്നേഹാഭിവാദ്യങ്ങൾ നേരുകയാണ്. എനിക്ക് പറയാനുള്ളത് പ്രധാനമായും ഇത്തരം കാര്യങ്ങളാണ്. ഇവിടത്തെ മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ ധ്വംസനം എന്നാണ് നടന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തു വരുമ്പോൾ അത് ഈ കുറഞ്ഞ കാലഘട്ടങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവമായ രീതിയിലാണ് ചർച്ച ചെയ്യപ്പെട്ടു വരാറുള്ളത്. എന്നാൽ അങ്ങനെയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഒരു സംസ്കാരം എന്ന് പറയാൻ കഴിയില്ല, പക്ഷെ ഇതൊരു ശൈലിയായി രൂപാന്തരപ്പെട്ടിട്ട് ഒരുപക്ഷെ നൂറ്റാണ്ട് കഴിഞ്ഞു എന്ന് പറയുന്നതാണ് ശരി. വാസ്തവത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു കാലഘട്ടം, അന്നാണ് വിഭജനവും കൊടിയിറക്കലും കൊടിയേറ്റവും ഒക്കെ ഉണ്ടായത്. അന്ന് ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ മതേതരത്വത്തിനും മതസംരക്ഷണത്തിനും പ്രാധാന്യം ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയതിന്റെ ഒരു കാരണം തന്നെ ഇത്തരം കൊടിയേറ്റവും കൊടിയിറക്കലും ഒക്കെ ആയിരുന്നു. അന്ന് നമുക്കറിയാമല്ലോ, 48-ൽ ഗാന്ധിജി മരിക്കുന്നത് പോലും മതപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അത്തരം സന്ദർഭത്തിലാണ് ആദ്യമായി RSSനെ ഇന്ത്യയിൽ നിരോധിക്കുന്നത്. 3 തവണ RSSനെ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിലും ഞാനതൊന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർപ്പിക്കുകയാണ്. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടുന്ന ഘട്ടത്തിൽ തന്നെ ഭരണഘടനയുടെ ചർച്ചാ അവസരങ്ങളിൽ തന്നെ മതസ്വാതന്ത്ര്യം എന്നത് ഒരു ചർച്ചാ വിഷയമായി വന്നിട്ടുണ്ട്. ഏത് രീതിയിലാണെന്ന് ചോദിച്ചാൽ, മതസ്വാതന്ത്ര്യത്തിന്റെ സാധ്യതകൾ എത്രത്തോളം വേണമെന്നതിനെ കുറിച്ച് ചർച്ചകളുണ്ടായിരുന്നു. അന്ന് ഹിന്ദു ബഹുഭൂരിപക്ഷമുള്ള കാലഘട്ടവുമാണല്ലോ. അതിന്നും അങ്ങനെ തന്നെ. മാത്രമല്ല, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഏതാണ്ട് 90-95% ആളുകളും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ജനസംഖ്യയിൽ കൂടുതലുണ്ടെങ്കിൽ പോലും 90%-ത്തിലേറെ ആളുകളും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നതിൽ ഹിന്ദുക്കൾ തന്നെയായിരുന്നു. പക്ഷെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആ വിഭാഗം, ആ മെജോറിറ്റി വിഭാഗം,
ഒരിക്കലും ഒരു മത നിഷേധ നിലപാടിലേക്ക് എത്തിയെന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവില്ല. അവിടെയൊക്കെ ഉണ്ടായിരുന്നത് ഹിന്ദുത്വവാദമാണ്. ഇന്നാണ് ഹിന്ദുത്വവാദം എന്ന ഒരു ആഖ്യാനത്തിന് കുറെ കൂടി ബലവും കുറെ കൂടി പ്രായോഗിക ശക്തിയും വർദ്ധിച്ചിട്ടുള്ളത്. പക്ഷെ അന്നും ഹിന്ദുത്വവാദം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം നിയമങ്ങൾ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ചർച്ചയുണ്ടായിരുന്നു. പക്ഷെ രാജ്യം ബഹുസ്വരതയിലും സമത്വത്തിലും നിലനിൽക്കേണ്ടതും ഇന്ത്യയിലെ വൈവിധ്യമാർന്ന ഭാഷകളും മതങ്ങളുമെല്ലാം ഒരേ തലത്തിൽ ഒരേ രീതിയിൽ കാണേണ്ടതും അനിവാര്യമാണെന്ന് അന്നത്തെ ഭരണഘടനയുടെ ചുക്കാൻ പിടിച്ച പ്രമുഖനായ അംബേദ്കറും അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവും നമ്മുടെ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലുമൊക്കെ വളരെ വസ്തുതയോടുകൂടി നിർബന്ധിതമായി ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് മതസ്വാതന്ത്ര്യം എന്ന വിഷയത്തെക്കുറിച്ച് നിർബന്ധിതമായി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ചർച്ച ചെയ്യപ്പെടുകയും അത് പാസ്സാക്കുകയും ചെയ്തത്. വളരെ വൃത്തിയായി പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വിഷയമുണ്ട്. അത് രണ്ടാമത് ഉയർന്നു വന്നതാണെന്നാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. മതസ്വാതന്ത്ര്യം എത്രത്തോളമാകാം, അതുപോലെ തന്നെ മതപരിവർത്തനത്തിനെ പറ്റി ചർച്ചയുണ്ടായിരുന്നു. മതപരിവർത്തനം ഇന്ത്യയിൽ വ്യാപകമായി നടക്കുന്നുണ്ടെന്നും അത് ക്രൈസ്തവ സമൂഹമാണ് വ്യാപകമായി ചെയ്യുന്നതെന്നും പ്രത്യേകിച്ച് നിരക്ഷരരായ ദളിത് ജനങ്ങളുടെ ഇടയിൽ അവർക്ക് പ്രലോഭനങ്ങളും വാഗ്ദാനങ്ങളും നൽകി ക്രൈസ്തവർ മതപരിവർത്തനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ക്രൈസ്തവരുടെ സ്കൂളുകളിലും അതുപോലെ കലാലയങ്ങളിലുമെല്ലാം മതം പഠിപ്പിക്കുകയും അവിടെയുള്ള വിവിധ സമുദായത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളെ ക്രൈസ്തവ മതത്തിലേക്ക് വലിച്ചടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും അതിശക്തമായ ആരോപണം ഉയർന്നിരുന്നു. ആ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ മതപരിവർത്തനം നിയന്ത്രിക്കപ്പെടണമെന്നല്ല, നിയമം വഴി നിരോധിക്കപ്പെട്ടിരിക്കണം എന്ന് പോലും അന്ന് അവിടെ ആവശ്യമുയർന്നിരുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വളരെ മുമ്പല്ലെങ്കിൽ പോലും തൊട്ട് മുമ്പായിട്ട് യുണൈറ്റഡ് നേഷൻസിന്റെ പ്രഖ്യാപനത്തിൽ ലോകമാസകലം മതപരിവർത്തനം നടത്താമെന്നുള്ളതിന് വ്യക്തമായ രേഖകൾ ഉണ്ടായിരുന്നു. അന്ന് എല്ലാവരും ആദ്യം ഘട്ടങ്ങളിൽ അഭിപ്രായം പറഞ്ഞ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു മതപരിവർത്തനം നിയന്ത്രിക്കപ്പെട്ടിരിക്കണമെന്ന്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാരണം ആ കാലഘട്ടങ്ങളിൽ തന്നെ ഹൈന്ദവ വർഗീയതയ്ക്ക് ഇവിടെ ആശങ്കപ്പെടാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉയർത്തപ്പെട്ടിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ശക്തമായി അതിനെതിരെ നിലകൊണ്ടതാരാണ്? അതും ഒരു ഹൈന്ദവൻ തന്നെയായിരുന്നു. ഈ വാദഗതികളെ അതിശക്തമായി ഖണ്ഡിച്ചുകൊണ്ട് അന്ന് ടി രാമാചാരി, തമിഴ്നാട്ടിൽ നിന്നുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അംഗം, അദ്ദേഹമാണ് മതപരിവർത്തനം കൊണ്ട് നിയമം വരേണ്ട ആവശ്യമില്ലെന്നും താൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പഠിച്ചതിൽ 14 വർഷം ഒരു ക്രൈസ്തവ മതസ്ഥാപനം നടത്തുന്ന സ്കൂളിൽ അതിന്റെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ചതാണ് രംഗത്ത് വന്നതെന്നും അവിടെ നിന്നാണ് ഞാൻ വളർന്നു വന്നതെന്നും എനിക്ക് കിട്ടിയ വലിയ വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ
ഈ സ്കൂളുകളാണെന്നും അവിടെ നിന്ന് ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് 13 കൊല്ലത്തിന്റെ ഇടയിൽ എനിക്കൊരിക്കൽ പോലും ഒരു മതം മാറ്റത്തിനുള്ള പ്രലോഭനമോ പ്രചോദനമോ എന്തെങ്കിലും ഒരു ചോദ്യം പോലുമോ ഉണ്ടായിട്ടില്ല എന്നും സ്വന്തം ജീവിതത്തെ ഉദാഹരിച്ചുകൊണ്ട് അദ്ദേഹം നിർബന്ധപൂർവം അവിടെ ആശയം ഉന്നയിക്കുകയായിരുന്നു. അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് സ്വാഭാവികമായും അംബേദ്കറും ജവഹർലാൽ നെഹ്റുവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സമത്വവും സാഹോദര്യവും നിലനിൽക്കണമെങ്കിൽ എല്ലാ മതങ്ങളും ഒരേ തലത്തിലാവണമെന്നും മതങ്ങൾക്ക് കൃത്യമായ സ്വാതന്ത്ര്യം നൽകേണ്ടതാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഈ പുതിയ നിർദ്ദേശത്തെ തള്ളിക്കളയുകയും ഇന്ത്യൻ ഭരണഘടനയുടെ 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഷെഡ്യൂളുകളിൽ കൃത്യമായി മതന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ മതം സംരക്ഷിക്കാനും മതം പ്രാക്ടീസ് ചെയ്യാനും ആ മതം പ്രചരിപ്പിക്കാനും വേണമെങ്കിൽ ഈ മതത്തിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കാനും സ്വാതന്ത്ര്യം കൃത്യമായി എഴുതി രേഖപ്പെടുത്തുന്നത്. ഒരു കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ, രാജ്യത്തിന്റെ നിയമത്തിന് വിധേയമായിട്ടായിരിക്കണം ഇത്തരം കാര്യങ്ങൾ എല്ലാം നടക്കുന്നതെന്ന്. അങ്ങനെ അന്നത് നടന്നു വന്നെങ്കിലും പിന്നീട് പല ഘട്ടങ്ങളിലും പല മാറ്റങ്ങൾ സംഭവിച്ചു. എങ്ങനെ? ഭരണഘടനാപരമായല്ല മാറ്റമുണ്ടായത്, പാർലമെന്റ് തലത്തിലല്ല മാറ്റമുണ്ടായത്, മാറ്റങ്ങൾ ഉണ്ടായത് രാജ്യത്തിന്റെ പല മേഖലകളിലുമായിരുന്നു. 1925 എന്ന് വെച്ചാൽ ഇപ്പോൾ 100 വർഷം തികയുന്നു. ഈ സെപ്റ്റംബർ 16-ാം തീയതിയാണ് RSS, അതായത് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വവാദ പ്രസ്ഥാനം രാജ്യം മതരാഷ്ട്രമാക്കണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മനുസ്മൃതി ആണ് രാജ്യത്തിന്റെ ഭരണഘടനയാക്കേണ്ടതെന്ന് അതിശക്തമായ വാദം ഉന്നയിച്ചുകൊണ്ട് മതന്യൂനപക്ഷങ്ങൾ എന്നല്ല, ഹൈന്ദവ മതം ഒഴികെയുള്ള എല്ലാ മതങ്ങളും അവരുടെ ശത്രുക്കളാണെന്നും അതിൽ തന്നെ ക്രൈസ്തവ മതം അവരുടെ മുഖ്യ ശത്രുവാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവരുടെ പ്രവർത്തന പദ്ധതികൾ ആരംഭിക്കുന്നത്. അവരുടെ ഗുരുജി എന്ന് വലിയ സ്നേഹപൂർവം അല്ലെങ്കിൽ ആദരപൂർവം അവർ വിളിക്കുന്ന ഗോൾദ്വാൾക്കർ പറഞ്ഞിരിക്കുന്നത്, ഒരു സംശയവുമില്ലാതെ ഇതര മതസ്ഥരെ പ്രത്യേകിച്ച് ക്രൈസ്തവരെ ഇല്ലായ്മ ചെയ്യുന്നിടത്താണ്, അവരുടെ ഉന്മൂലനമാണ് നമ്മുടെ പ്രവർത്തനത്തിന്റെ അടിത്തറ എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് നിന്നാണ് RSSന്റെ പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിച്ച് മുന്നോട്ട് വരുന്നത്. ആ പ്രവർത്തനങ്ങളുടെ അനന്തരഫലമായെന്ന വണ്ണം രാജ്യത്ത് പല ഘട്ടങ്ങളിലും നിരവധിയായ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരവധിയായ ഏറ്റുമുട്ടലുകളിലേക്ക് വരെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരവധി മനുഷ്യർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒട്ടനവധി ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ എല്ലാം കണക്ക് ക്രമേണ സൂചിപ്പിക്കാം. ഏതാണ്ട് ചെറിയ ചെറിയ കണക്കുകൾ ഉണ്ട് ഈ കാര്യത്തിലൊക്കെ. അങ്ങനെ ഒരു സെക്കൻഡ്, ശബയിൽ ലൈറ്റ് ഓഫ് ചെയ്തേ കേട്ടോ, ഓവർ ലൈറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയത്, വംശീയവാദം എന്നത് ഒരു ദേശീയ വികാരമായി രാജ്യത്ത് നിലവിലുണ്ടായിരുന്നു. അത് RSSന്റെ അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ടു വരുന്ന ഇതര സംഘടനകളുടെ പ്രവർത്തനങ്ങളുടെ ഒരു പരിണിത ഫലമായിട്ടാണ് സംഭവിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മതബഹുസ്വരതയ്ക്കും മതേതരത്വത്തിനുമുള്ള ഭരണഘടനയുടെ ഉറപ്പും അതുവഴി രാജ്യത്തിനുള്ള പ്രതിബദ്ധതയുമാണ് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച
25 മുതൽ 28 വരെയുള്ള ഭരണഘടനാ വകുപ്പുകൾ ഊന്നിപ്പറയുന്നത്. അതനുസരിച്ച് രാജ്യത്തെ ഓരോ പൗരനും അവരവർക്കിഷ്ടമുള്ള മതം സ്വീകരിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ മതേതര രാഷ്ട്രമെന്ന അവകാശവാദം ഇന്നും നിലനിൽക്കുന്നു എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇന്ന് ഇതൊരു മതേതര രാഷ്ട്രമാണെന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല. ലോകത്തെ ഏറ്റവും വലിയ മതേതര രാഷ്ട്രമെന്ന അവകാശവാദം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് മതസ്വാതന്ത്ര്യവും മതേതരത്വവും ഒരു സ്വപ്നമായി മാറുമോ എന്ന ആശങ്ക സജീവമാണ്. ഒരുപക്ഷെ ഇന്ന് നമ്മൾ കൂടിച്ചേർന്നത് പോലും ആ ആശങ്ക നമ്മളെയൊക്കെ അസ്വസ്ഥരാക്കുന്നത് കൊണ്ടാണ്. ഈ മഹത്തായ ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതര ജനാധിപത്യ സങ്കല്പങ്ങൾക്കും വലിയ ഭീഷണിയാണ് ഇന്ന് നിലവിലുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോ ക്രൈസ്തവർക്കെതിരെയുള്ള, ഞാൻ ആദ്യം ഒന്ന് ക്രൈസ്തവരിലേക്ക് മാത്രമായി കടക്കുകയാണ്. ക്രൈസ്തവർക്കെതിരെയുള്ള ഒരു മതപീഡനത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എപ്പോഴും കടന്നു വരിക മണിപ്പൂരാണല്ലോ. പക്ഷെ അത് മോദി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്, 2023 എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയിടത്തൊന്ന് ചേർത്തുകൊണ്ട് പറയുകയാണ്, ഇത്തരമൊരു വികാരം രാജ്യത്ത് വളർത്തിയെടുക്കുന്നതിന് സംഘപരിവാർ ശക്തികൾക്ക്, പ്രത്യേകിച്ച് RSSന് കഴിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ പല ഘട്ടങ്ങളിലും ഉണ്ടായ ആക്രമണങ്ങളിൽ ഞാൻ വാസ്തവത്തിൽ ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ ഏറ്റവും വലുതായി കാണുന്നത് 2008 യു പി എ സർക്കാർ അധികാരത്തിലിരുന്ന കാലഘട്ടത്തിൽ ഒറീസയിലെ കാന്തമാൽ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ ആക്രമണമാണ്. അതൊരു ചില്ലറ ആക്രമണമായി കാണരുത്. ഇപ്പോൾ മണിപ്പൂരും ഇതുമായി ഒന്ന് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, മണിപ്പൂര് വേണമെങ്കിൽ രണ്ട് ഗോത്രങ്ങളെ തമ്മിൽ അടുപ്പിച്ചുണ്ടായ ഒരു ആക്രമണമായി അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടലിന്റെ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. വളരെ കൃത്യമായി അവിടെ ബീരേൻ സർക്കാരിന്റെ താല്പര്യങ്ങളിൽപ്പെട്ട് അവിടെയുള്ള ഹൈന്ദവ താല്പര്യമുള്ള ആളുകളെ അല്ലെങ്കിൽ RSSന്റെ താല്പര്യമുള്ള ആളുകളെ കുത്തിച്ചെലുത്തി രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു വംശീയ ഉന്മൂലനം നടത്തുക എന്നുള്ളതാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ നേരെ അന്ന് അവർ ഉന്നയിച്ച അല്ലെങ്കിൽ അവര് കൈക്കൊണ്ട ഒരു നിലപാട്. പക്ഷെ കന്തമാലിൽ എന്താണ് സംഭവിച്ചത്? കന്തമാലിൽ സംഭവിച്ചത് ഏകപക്ഷീയമായ നരനായാട്ട് മാത്രമായിരുന്നു. അതിനൊരു കാരണം അവർ പറയുന്നത്, അവിടെ ആ കാലഘട്ടത്തിൽ ആ സമയത്ത് ഒരു ഹിന്ദു പുരോഹിതൻ മരിച്ചു. ആ മരണം ഒരു കൊലപാതകമാണെന്ന് ആരോപിക്കുകയും ആ കൊലപാതകത്തിന് മറു പ്രതികാരം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്തതെന്താണ്, ഏതാണ്ട് ഒറീസയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലെ 600ഓളം ഗ്രാമങ്ങളെയാണ് അവർ തെരഞ്ഞു പിടിച്ചാക്രമിച്ചത്. ഒന്നും രണ്ടുമല്ല, 600ഓളം ഗ്രാമങ്ങളെയാണ് ആക്രമിച്ചത്. ആ ആക്രമണങ്ങളിലെ ക്രൈസ്തവർ താമസിക്കുന്ന സ്ഥലങ്ങളിലുള്ള ആളുകളെ നിരത്തി ചോപ്പ് ചെയ്യുകയായിരുന്നു. ഏതാണ്ട് അന്നത്തെ മരണസംഖ്യ സർക്കാരിന്റെ കണക്കിൽ ഔദ്യോഗികമായി എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്നത് 100ൽ താഴെയാണ്. പക്ഷെ അവിടെ കൃത്യമായി അന്വേഷിച്ച് കണക്കുകൾ തയ്യാറാക്കിയ മനുഷ്യാവകാശ
സംഘടനകളും അന്തർദേശീയ ഏജൻസികളും കണക്കെടുത്തിട്ടുണ്ട്. അവിടുത്തെ മരണസംഖ്യ 500-ലേറെയായിരുന്നു. 500-ലേറെ ആളുകളെ ഒരു ദയയുമില്ലാതെ കൊന്നുകളയാനും ഏതാണ്ട് 9,000-ലേറെ വീടുകൾ ഇല്ലാതാക്കാനും 400 ദേവാലയങ്ങൾ തകർക്കുകയോ കത്തിച്ചു കളയുകയോ ചെയ്യുവാനും അന്ന് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. മണിപ്പൂരും ഏതാണ്ട് ദേവാലയങ്ങളുടെ കാര്യത്തില് എണ്ണം സമമാണ്. അവിടെയും ഏതാണ്ട് 400 ദേവാലയങ്ങളാണെന്നാണ് പറയുന്നത്. മരണസംഖ്യയാവട്ടെ 275 പറയുന്നുണ്ട്. അപ്പോ ഈ 2 പ്രധാന ആക്രമണങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായത്. ആ 2 ആക്രമണങ്ങൾക്കപ്പുറത്ത് ഓരോ ഘട്ടങ്ങളിലും പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നത് നമ്മളെല്ലാം പത്രമാധ്യമങ്ങളിൽ വായിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാത്രമല്ല. പക്ഷെ വേറൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഈ സംഭവിക്കുന്ന കാര്യങ്ങൾ പൊതുവെ BJP ഇപ്പോ ഈ അടുത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ BJP ഭരിക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ മാത്രമായി കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ആ 4 സംസ്ഥാനങ്ങളിലും ഭരണകൂടത്തിന്റെ ഒത്താശയിലാണ് ന്യൂനപക്ഷ പീഡനം നടക്കുന്നത്. മതസ്വാതന്ത്ര്യത്തെ അവിടെ ഹനിക്കപ്പെടുന്നത്, അവിടെയുള്ള ക്രൈസ്തവരുടെ മനുഷ്യാവകാശത്തെ ധ്വംസിക്കുന്നത് അവിടെ ഭരണകൂടത്തിന്റെ കൂടെ പിൻബലത്തോടെയാണ്. എന്തിന്? ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്നുണ്ടെങ്കിൽ പോലും 2 വർഷം മുമ്പ് വരെ BJP ഭരിച്ചിരുന്ന നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മതപരിവർത്തനം നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് എത്രയെത്ര അക്രമങ്ങൾ അവിടെ നടത്തി, എത്രയെത്ര ആളുകളെ അവർ കൊന്നു, എത്രയെത്ര കുടുംബങ്ങളെ അവർ അവിടെ നിന്നും പലായനം ചെയ്യിപ്പിച്ചു. ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ആശങ്കാപൂർവം നോക്കുന്ന ഒരു വസ്തുതയുണ്ട്. എന്താണ്? ഈ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും ഭരണഘടനയെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഭരണഘടനയെ മറച്ചു വെച്ചുകൊണ്ട് ഭരണകൂടം തന്നെ കണ്ണടച്ച് നിന്നുകൊണ്ട് പലർക്കും ഇവിടെ അക്രമങ്ങൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ കോടതികൾ ഇടപെട്ട് മനുഷ്യന്റെ അവകാശങ്ങൾ സംരക്ഷിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ പണ്ട് കാലം മുതൽ തന്നെ, അതായത് ഒരു 2 പതിറ്റാണ്ടിന്റെ ഉള്ളിൽ ചർച്ച ചെയ്താൽ തന്നെ അത്തരം ഇടപെടലുകൾ കാര്യമായി കോടതികളിൽ നിന്നും ഉണ്ടാകുന്നില്ല. അവരാവശ്യപ്പെടുന്നത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന്റെ നിയമവശം വ്യാഖ്യാനിക്കാമെന്ന് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഭരണഘടനയുടെ സംരക്ഷകരായി നിലനിൽക്കേണ്ടത് സുപ്രീം കോടതിയാണ് എന്നതിൽ എനിക്ക് സംശയമില്ല. അങ്ങനെ ഭരണഘടനയുടെ ഭദ്രത കാത്തു സൂക്ഷിക്കേണ്ടവർ ഭരണഘടന തന്നെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ അതിനെ സംരക്ഷിക്കാനായി രംഗത്ത് വരാത്തത് എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. അവിടെയാണ് എന്റെയൊക്കെ ഉള്ളിൽ, ഒരുപക്ഷെ നിങ്ങളുടെയും ഒക്കെ ഉള്ളിലുള്ള ഒരു മറുപടി വരിക. കുറെ നാളായിട്ട് വല്ലാത്ത കാവ്യവൽക്കരണം കോടതികളിൽ പോലും നടക്കുന്നുണ്ട്. സ്റ്റാൻ സ്വാമിയുടെ മരണം പോലും അത്തരം ഒരു കാവ്യവൽക്കരണത്തിന്റെ അനന്തരഫലമായിരുന്നില്ലേ? സ്റ്റാൻ സ്വാമിയുടെ മരണം 2021 ജൂലൈ 5-ാം തീയതി സംഭവിച്ച അദ്ദേഹത്തിന്റെ മരണം മനസ്സിന്റെ ഉള്ളിൽ എന്നും ഒരു വിങ്ങലാണ്. 2020 ഒക്ടോബർ 20-നാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഞാൻ വഴിമാറി സഞ്ചരിക്കുന്നു എന്ന് പറയരുത്. കാരണം ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ ആഴങ്ങളിൽ മുറിവേൽപ്പിച്ച് തന്നെ നിൽക്കണമെന്ന് ഞാൻ കരുതുന്ന ഒരാളാണ് ഞാൻ. സ്റ്റാൻ സ്വാമിയെ അറസ്റ്റ് ചെയ്യുന്നത് 2020 ഒക്ടോബർ 20-നാണ്. 20-നോ അല്ലെങ്കിൽ 21-നോ ആണ്, ഉറപ്പാണ്.
അന്ന് അറസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ തലോജ ജയിലിൽ അടച്ചിട്ട് 84 വയസ്സുള്ള ആ മനുഷ്യന് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 84 വയസ്സാണ്. ആ 84 വയസ്സുള്ള ആ മനുഷ്യന് എൻ്റെ ഓഫീസിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. എറണാകുളത്ത് ഒരു സന്ദർഭത്തിൽ കേരളത്തിലൊരു സന്ദർശനത്തിന് വന്നപ്പോൾ ഇവിടെയുള്ള കുറെ മനുഷ്യാവകാശ പ്രവർത്തകർ, എറണാകുളത്തുള്ള ഓരോ മനുഷ്യാവകാശ പ്രവർത്തകർ, എനിക്ക് എറണാകുളത്തുണ്ടായിരുന്നു, ഇപ്പോൾ അത് നിർത്തിയിരിക്കുകയാണ്, ഞാനിപ്പോ ബിസിനസ് എല്ലാം നിർത്തിയിരിക്കുന്നു, എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെയുള്ള ഒരു ഹാളിലാണ് ഞങ്ങൾ കൂടിയത്. അങ്ങനെ അദ്ദേഹത്തെ നേരിൽ കാണാനുള്ള ഒരു ഭാഗ്യം, വലിയൊരു ഭാഗ്യം. എനിക്ക് ദൈവത്തെ കണ്ട ഒരു ഫീലിംഗ് ആയിരുന്നു വാസ്തവത്തിൽ അന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ. അദ്ദേഹം ഇരുന്ന കസേരയിൽ അദ്ദേഹത്തിന് ഇരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ശരീരം മൊത്തം വിറച്ചു വിറച്ചാണ് അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹത്തിന് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തിട്ട് അദ്ദേഹത്തിന് വാങ്ങാൻ കഴിഞ്ഞില്ല. അദ്ദേഹം താഴെ ഇരിക്കുന്ന ബാഗ് ചൂണ്ടിക്കാണിച്ചു തന്നു. ആ ബാഗ് തുറന്നപ്പോൾ അതിലൊരു സിപ്പർ ഉണ്ടായിരുന്നു. ആ സിപ്പറിൽ വെള്ളം നിറച്ച് അതിന്റെ ട്യൂബിലൂടെയാണ് അദ്ദേഹം വെള്ളം കുടിച്ചത്. ഇത് ഞാൻ ഇവിടെ പറഞ്ഞത് ക്ഷമിക്കണം, കാരണം എൻ്റെ മനസ്സിലെ ഒരു വിങ്ങലാണ് ആ ഓർമ്മകൾ. ആ മനുഷ്യൻ 7-8 മാസം ജയിലിൽ കിടന്നിട്ട് 84 വയസ്സുണ്ട്. ആരോഗ്യപരമായി ഒരു നിർവാഹവുമില്ലാത്ത മനുഷ്യന് ഒരു സിപ്പർ കൊടുക്കാൻ പോലും ഭരണകൂടം തയ്യാറായില്ല എന്ന് മാത്രമല്ല, കോടതിയും തയ്യാറായില്ല. അവിടെയാണ് ഞാൻ കാവ്യവൽക്കരണത്തെ എടുത്തു കാണിക്കുന്നത്. കോടതിയിൽ പല മനുഷ്യാവകാശ പ്രവർത്തകരും അദ്ദേഹത്തിന് ജാമ്യം വേണമെന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ ഒരു സിപ്പർ അനുവദിക്കണമെന്നും ഒരു സ്ട്രോ എങ്കിലും കൊടുക്കണമെന്നും ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നു. അപ്പോൾ കോടതി NIA-യോട് ചോദിച്ചു, അദ്ദേഹത്തിന് സിപ്പർ കൊടുക്കണമോ? കോടതി ചോദിക്കുകയാണ് NIA-യോട്, നാഷണൽ അന്വേഷണ ഏജൻസിയോട് ചോദിക്കുകയാണ്, സിപ്പർ കൊടുക്കണമോ? അപ്പോ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ആലോചിക്കണമെന്ന്. ഒരു മനുഷ്യന് വിറക്കുന്ന കൈകൾ കൊണ്ട് വെള്ളം കുടിക്കാൻ നിർവാഹമില്ലാത്ത ഒരു മനുഷ്യന് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ ഒരു സിപ്പർ ഉപയോഗിക്കാനായിട്ട് ആലോചിക്കണമെന്ന് പറഞ്ഞപ്പോൾ കോടതി എന്താണ് ചെയ്തത്? കോടതി അതിലും വലിയ കാര്യം ചെയ്തു. കോടതി അവർക്ക് 20 ദിവസം സമയം കൊടുത്തു. ആ മനുഷ്യൻ വെള്ളം കുടിക്കണോ വേണ്ടേ എന്നത് 20 ദിവസം എടുത്ത് NIA പറഞ്ഞാൽ മതി എന്നാണ് കോടതി എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് സ്വന്തമായി പ്രാഥമിക കർത്തവ്യങ്ങൾ പോലും നിർവഹിക്കാൻ മാർഗമില്ല. ടോയ്ലറ്റിൽ പോയാൽ വൃത്തിയാക്കാൻ മാർഗമില്ലാത്ത ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ അന്ന് സഹായിച്ചതാരാണ്? നമ്മളൊക്കെ ഒരുപക്ഷെ ക്രൂരരെന്നും അല്ലെങ്കിൽ മോശം ആളുകളെന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു പറ്റം ജയിൽ പുള്ളികളാണ് ആ മനുഷ്യന് അദ്ദേഹത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നത്. ഒരല്പം വേദനയുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ തിരിച്ച് വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പൊ ഇത്തരം ഒരു കാവ്യവൽക്കരണം സ്വാഭാവികമായും കോടതികളിൽ വരെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്? സുപ്രീം കോടതിയാണെങ്കിൽ പോലും പല ഘട്ടങ്ങളിലും നിശബ്ദത പാലിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ ചില ജഡ്ജിമാർ പ്രതികരിച്ചിട്ടുണ്ട് എന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കാവ്യവൽക്കരണം സമ്പൂർണമല്ലെങ്കിലും ഒരു വലിയ പരിധിവരെ അല്ലെങ്കിൽ ഒരു ചെറിയ പരിധിവരെ എങ്കിലും ഇത് സംഭവിച്ചു കഴിഞ്ഞു. ഭരണകൂടത്തോട് ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ജുഡീഷ്യറിയും പിൻവാങ്ങുമ്പോൾ നമ്മൾ നീതി തേടി ആരെയാണ് സമീപിക്കേണ്ടത് എന്നൊരു ചോദ്യമാണ്. അവിടെയാണ് നമുക്ക് മറുപടിയില്ലാതെ ഈ ഭരണഘടന നമ്മുടെ നെഞ്ചത്ത് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ആകാശങ്ങളിലേക്ക് നോക്കാൻ കഴിയുന്നത്. പക്ഷെ ഒന്നുണ്ട്, ഒരു വിഷലിപ്തമായ നിലപാടുകളും ഒരു കാലഘട്ടത്തിനപ്പുറത്തേക്കും അതിജീവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ
ഇവിടെയും മാറ്റങ്ങൾ അനിവാര്യമാണ്, മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും. പക്ഷെ അത്തരം മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? സ്വാഭാവികമായ പ്രതിപ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അവിടെ ഞാനൊരു കുറ്റപ്പെടുത്തലിന്റെ ഭാഷ പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്റ്റാൻ സ്വാമിയിലേക്ക് തന്നെ കടന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ജീവിച്ചിരുന്ന പുണ്യവാളൻ, ഞാൻ ഏറ്റവും വലിയ ക്രിസ്ത്യാനിയായി ഞാൻ നേരിട്ട് കാണാനോ അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് പരിചയപ്പെടാനോ കഴിഞ്ഞിട്ടുള്ള മുഖാമുഖം അല്ലെങ്കിൽ പോലും പോപ്പ് ഫ്രാൻസിസിനെ കാണുമ്പോഴും ഒരുപക്ഷെ അതിലുപരിയായി ഞാൻ സ്റ്റാൻ സ്വാമിയെ കാണുന്നുണ്ട്. ആ സ്റ്റാൻ സ്വാമി അറസ്റ്റ് ചെയ്തപ്പോഴോ അല്ലെങ്കിൽ അതിനു മുമ്പ് അദ്ദേഹത്തിനെ അന്വേഷിച്ച് NIA കയറി ഇറങ്ങിയപ്പോഴോ അദ്ദേഹത്തെ ജയിലിൽ പാർപ്പിച്ച് അദ്ദേഹത്തിന് ലഭ്യമാവേണ്ട എല്ലാ മനുഷ്യാവകാശങ്ങളും ലംഘിച്ചപ്പോഴോ അവസാനം അവിടെയിട്ട് അതിക്രൂരമായി പീഡിപ്പിച്ച് അദ്ദേഹത്തെ അക്ഷരാർത്ഥത്തിൽ കൊല ചെയ്തപ്പോഴോ, ആ വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുക, കൊല ചെയ്തപ്പോഴോ നിശബ്ദരായി നിന്ന് അദ്ദേഹത്തിന്റെ എല്ലാ അർത്ഥത്തിലും സംരക്ഷകരാവേണ്ടിയിരുന്ന ഒരു പറ്റം ആളുകൾ നിശബ്ദരായി നിന്നു. ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് സ്വന്തം നെഞ്ചത്തേക്ക് തന്നെ വിരൽ ചൂണ്ടേണ്ടി വരും. ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം ഇത്തരം കാര്യങ്ങൾക്കെതിരെ നിശബ്ദത പാലിക്കുന്നു. എന്തുകൊണ്ട്? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. സ്റ്റാൻ സ്വാമിയുടെ വിഷയമുണ്ടായപ്പോൾ മാത്രമല്ല, രാജ്യത്ത് ഓരോ അതിക്രമങ്ങൾ ഉണ്ടാവുമ്പോഴും, കാന്തമാലിലെ കൊലപാതകങ്ങൾ നടന്നപ്പോഴും, ഗ്രഹാം സ്റ്റൈൻസിനെ ചുട്ടുകൊന്നപ്പോഴും, 2023 ഇവിടെ മണിപ്പൂരിൽ വംശീയ ഉന്മൂലനം ഭാഗികമായാണെങ്കിലും നടന്നപ്പോഴും മൗനത്തിന്റെ വാൽമീകത്തിൽ ഒളിച്ചവരാണ് ക്രൈസ്തവ മത നേതൃത്വം. കുറ്റബോധത്തോടുകൂടി നമുക്ക് നെഞ്ചിൽ വെച്ചുകൊണ്ട് പറയേണ്ടി വരും, മിയാ കുൾപ്പ, എന്റെ പിഴ, എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. നമ്മുടെ ചൂണ്ടുവിരലുകൾ ഉയരേണ്ട സമയത്ത് കൃത്യമായി ഉയർന്നിരിക്കണം. അത് മടക്കപ്പെടുമ്പോൾ നാം നമ്മുടെ വ്യക്തിത്വത്തെയാണ്, അല്ല നമ്മുടെ അസ്തിത്വത്തെയാണ്, നമ്മുടെ സ്വത്വത്തെ തന്നെയാണ് ഇല്ലാതാക്കുന്നത് എന്ന് ഓർമ്മ വേണം. മണിപ്പൂർ കലാപം ഉണ്ടായ ഘട്ടങ്ങളിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ വിവിധ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധികളായിക്കൊണ്ട് മെത്രാന്മാര് പലരും, കർദിനാൾമാരും ഒക്കെ ഉൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോയി കണ്ടിരുന്നു. അവർ സംസാരിച്ചത് വേറെ പല കാര്യങ്ങളായിരുന്നു. അവർക്ക് മണിപ്പൂർ കലാപത്തെക്കുറിച്ച് സംസാരിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റാൻ സ്വാമി ജയിലിൽ കിടന്നിരുന്ന ഘട്ടത്തിലും അവർ ചില കാര്യങ്ങൾക്കായി പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു. അപ്പോഴും അവർക്ക് മറ്റു ചില കാര്യങ്ങളാണ് സംസാരിക്കാനുണ്ടായിരുന്നത്. എന്തുകൊണ്ട് സ്റ്റാൻ സ്വാമിയുടെ മനുഷ്യാവകാശം ലംഘിച്ചു എന്നവർ അന്വേഷിച്ചില്ല. ആ നിശബ്ദതയാണ് തകർക്കപ്പെടേണ്ടത്. അതിൽ നമുക്ക് സംശയമില്ല. നമുക്ക് വേണ്ടി ശബ്ദമുയർത്താൻ നമ്മൾ ഉണ്ടായില്ലെങ്കിൽ പിന്നെ ആരാണ് ഉണ്ടാവുക? നമ്മളെങ്കിലും ഉണ്ടാവണ്ടേ? നമ്മുടെ അയൽപക്കത്തുള്ള ആളുകൾ നമുക്ക് വേണ്ടി നിശബ്ദത പാലിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരെ നമ്മുടെ പല നിശബ്ദതകളും മാറിപ്പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിം ന്യൂനപക്ഷത്തെ കുറിച്ചാണ്. ഇന്ന് ഒരു നൂറ്റാണ്ട് മുമ്പ് രാജ്യത്തെ ഏറ്റവും വലിയ തങ്ങളുടെ ശത്രുവായി RSS പ്രഖ്യാപിച്ചത് ക്രൈസ്തവരെയാണെങ്കിൽ പിന്നീട് കാലഘട്ടം കഴിയുന്നതനുസരിച്ച്, പ്രത്യേകിച്ച്
വിഭജനം നടന്നു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമായി അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞു. ഇപ്പോ ഇന്ത്യയിൽ ശേഷിക്കുന്ന മുസ്ലിങ്ങൾക്കെതിരെ അതിശക്തമായ നീക്കങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അന്ന് മുതൽ ഇങ്ങോട്ട് അവരുടെ മുഖ്യ ശത്രു ക്രിസ്ത്യാനി എന്നുള്ളതിനപ്പുറത്ത് മുസ്ലിമായി മാറി. അത് നമ്മൾ കണ്ടു മനസ്സിലാക്കുന്നതാണ്. അത് 47-ന് തൊട്ടു പിന്നാലെ ഉണ്ടായ ഗാന്ധിയുടെ മരണം വരെയൊക്കെ ഉണ്ടായ, അല്ലെങ്കിൽ അത് കഴിഞ്ഞും തുടർന്ന കൂട്ടക്കുരുതികൾക്കപ്പുറത്ത് വീണ്ടും പലപ്പോഴും കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്നില്ല. പ്രത്യേകിച്ച് ഗാന്ധിജിയുടെ ജന്മദിനമായ ഗുജറാത്തിൽ നിരവധി കലാപങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്റെ ഓർമ്മയിലുള്ള വലിയൊരു കലാപം 1985-ലാണ്. നമ്മൾ ഗുജറാത്തിലെ കലാപം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ, ഞാൻ നേരത്തെ മണിപ്പൂരിന്റെ കാര്യം പറഞ്ഞ പോലെ, മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു കലാപം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് 2002-ലെ കലാപമാണ്. പക്ഷെ അതിനു മുമ്പൊക്കെ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. 85-ൽ അതിശക്തമായ കലാപം ഉണ്ടായിട്ടുണ്ട്. അന്നും ഏതാണ്ട് 200 ചില്ലാനും 2002-ൽ മരണം ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും കൂട്ടിച്ചേർത്ത് 2000 അടുക്കെ വരുമെങ്കിലും 85-ലും 200-ലേറെ ആളുകൾ മരിച്ച കലാപമുണ്ടായിട്ടുണ്ട്. ആ കലാപങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്തിനാണ്? നമ്മൾ ആദ്യം നമ്മുടെ വിഷയം തന്നെയാണ്. ഇവിടെ ഇതര മതങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കാൻ സാധിക്കില്ല. അതിനുവേണ്ടി തന്നെ കൃത്യമായി RSS ചെറിയ ചെറിയ സംഘങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്താണെങ്കിലും ബജറംഗ ദളാണെങ്കിലും അതുപോലെ പശുവിന്റെ വരെ പേരിലുള്ള വിവിധ പ്രസ്ഥാനങ്ങളാണെങ്കിലും ഒക്കെ ഇതെല്ലാം വ്യത്യസ്ത മുഖങ്ങളുള്ള, ഒരേ സ്വഭാവമുള്ള പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. വ്യത്യസ്ത മുഖങ്ങളുള്ള പ്രസ്ഥാനങ്ങളാവുമ്പോൾ അവർക്ക് ഓരോ തവണയും ഓരോന്നോരോന്നാണ് ചെയ്തതെന്നും ഞങ്ങളല്ല എന്നും പറയാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഗ്രഹാം സ്റ്റെയിൻസിനെയും കുടുംബത്തെയും ജീപ്പിലിട്ട് കത്തിച്ചു കൊന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല അത് ബജറംഗ ദളാണെന്ന്. ബജറംഗ ദള് ഈ സംഘപരിവാർ കുടുംബത്തിലെ പ്രധാന ഒരു കണ്ണിയാണ്. ഗ്രഹാം സ്റ്റെയിൻസിന്റെ മരണത്തോട് ബന്ധപ്പെട്ടുണ്ടായ വിധിയിലും അയാളുടെ പേര് ധാരാസിംഗ് എന്ന് പറയുന്ന കൊലയാളി, അയാൾ മാത്രമല്ലായിരുന്നു, ഒട്ടനവധി പേരുണ്ടായിരുന്നു. പക്ഷെ കുറ്റവാളിയായി ധാരാസിംഗ് മാത്രം രംഗത്ത് വരികയും അയാളെ വിചാരണ കോടതി മരണം വരെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയുമായിരുന്നു. അങ്ങനെ കുറ്റവാളിക്ക് അർഹമായ ശിക്ഷ കിട്ടി എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ഘട്ടത്തിൽ സ്വാഭാവികമായും അപ്പീല് പോയപ്പോൾ അപ്പീലിൽ എല്ലാ അർത്ഥത്തിലും അപൂർവങ്ങളിൽ അപൂർവമായ കൊലപാതകമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ലാത്ത, ആസൂത്രിത കൊലപാതകമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ലാത്ത കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധിക്കപ്പെട്ട ആ വിധിന്യായം അത് തള്ളിക്കൊണ്ട് ഇവർ ഒറീസ ഹൈക്കോടതി പ്രതിയെ ജീവപര്യന്തം തടവിലാക്കി ശിക്ഷ ഇളവ് ചെയ്തു കൊടുത്തു. അതിനെതിരെ അവിടെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ, അവിടെയും ക്രൈസ്തവ സമൂഹം നിശബ്ദരായിരുന്നു എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഒറീസയിലുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയും എനിക്ക് തോന്നുന്നു 2000-ഓളം അങ്ങനെ നീണ്ടു. അത് 2000-നടുക്കെയാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയുടെ വിധിന്യായം ശരിയാണെന്ന് പറഞ്ഞ് ആ പ്രതിയെ വെറുതെ വിടുന്ന സാഹചര്യമുണ്ടായപ്പോഴത്തേക്കും ശിക്ഷ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ഇതൊക്കെ സംഭവിക്കുമ്പോഴും സഭ നിശബ്ദത പാലിക്കുന്നത്, സഭ എന്ന് പറയുന്നത് സഭാ നേതൃത്വം നിശബ്ദത പാലിക്കുമ്പോൾ
സ്വാഭാവികമായും ശത്രുക്കൾക്ക് കുറെ കൂടി സംഘടിതമായി ആക്രമണം അഴിച്ചുവിടാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണ്. അത്തരം സന്ദർഭങ്ങളിലാണ് ക്രിയാത്മകമായ പ്രതികരണം ഉണ്ടാവേണ്ടത്. വടക്കേ ഇന്ത്യയിലെ പല മെത്രാന്മാരും പല രൂപതകളിലുമൊക്കെ കാര്യമായ പ്രതികരണങ്ങൾ നമ്മുടെ മണിപ്പൂർ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങളിലും ഉണ്ടാവുമ്പോൾ അവിടെയുള്ള മത നേതൃത്വം ചെറിയ ചെറിയ രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളും നിവേദനങ്ങളും കോടതി കേസുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും പ്രബുദ്ധരായ ആളുകൾ തിങ്ങി താമസിക്കുന്ന നമ്മുടെ കേരളത്തിലാണ് ഇത്തരം വിഷയങ്ങളിൽ പ്രതികരണമില്ലാതെ വരുന്നത്. വളരെ നിശബ്ദമായ. ഇപ്പോ ഞാനൊരു കത്തോലിക്കനാണ്. ഞാൻ പ്രതിദാനം ചെയ്യുന്ന സഭയുടെ ഹെഡ് ഓഫീസ് ആണല്ലോ KCBC എന്ന് പറയുന്നത്, കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ. അവർക്കൊന്നും ഇതിനെപ്പറ്റി യാതൊരു അഭിപ്രായങ്ങളുമില്ല. ഈ അടുത്താണ് എനിക്ക് തോന്നുന്നു 2-3 വർഷങ്ങൾക്ക് മുമ്പാണ് ഓർത്തഡോക്സ് ബിഷപ്സ് ആളുകൾ, ചില മെത്രാന്മാര് ഇവിടെ എൻ്റെ വീടിന്റെ കുറച്ചടുത്തായിട്ടാണ് RSSന്റെ കേരളത്തിലെ ഏറ്റവും വലിയ കേന്ദ്രമുള്ളത്. അവിടെ ചെന്ന് RSSന്റെ കേരളത്തിലെ തലവനെ കണ്ട് തൊട്ടു വണങ്ങി. എന്താണ് ഇവർ ആഗ്രഹിക്കുന്നത്? ഇനി ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലാണോ? അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇവരെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. യഥാർത്ഥ പ്രശ്നം അവിടെയാണ്. ഈ പ്രശ്നങ്ങളൊന്നും സഭയുടെ നേതൃത്വത്തെ നേരിട്ട് ബാധിക്കുന്നില്ല. അത് സ്വാഭാവികമായും മറ്റു പല തലങ്ങളിൽ തട്ടിത്തെറിച്ചു പോവുകയാണ്. അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ അഭ്യർത്ഥന, ഞാൻ കണ്ടുമുട്ടിയതിൽ ഏറ്റവും ഭൗതിക തലത്തിൽ ഉയർന്നു നിൽക്കുന്ന ക്രൈസ്തവ സമൂഹം എന്ന് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ സമൂഹങ്ങളെ കണക്കാക്കിയാലും ഒരു സംശയവുമില്ലാതെ എനിക്ക് പറയാൻ കഴിയും, ബൗദ്ധിക തലത്തിൽ കേരളത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനീയർ എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ സമൂഹം തന്നെയാണ്, മാർത്തോമാ സമൂഹമാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്രൈസ്തവ നവീകരണത്തിന് ഇത്തരം കാര്യങ്ങളിൽ ഒരു ദ്രുത പ്രതികരണങ്ങൾക്കുള്ള ഒരു സാഹചര്യം തീർച്ചയായും ക്രൈസ്തവ സമൂഹത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന് മാർത്തോമാ സമൂഹത്തിന് കഴിയണമെന്ന് ഞാൻ ഭംഗ്യന്തരേണ പറഞ്ഞു വരികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഗോൾവാൾക്കറിന്റെ വിഷയത്തിൽ വെച്ചാണ് നമ്മളൊന്ന് വഴിമാറിയത്. അദ്ദേഹം പറഞ്ഞൊരു വാചകം ഞാൻ കുറിച്ചിട്ട് ഇപ്പൊ ഒന്ന് നോക്കി. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? വംശീയ അഭിമാനം അതിന്റെ പരമോന്നതാവസ്ഥയിൽ നമ്മുടെ രാജ്യത്ത് പ്രകടമായിരിക്കുന്നു. വേരുകളിലേക്ക് പോകുന്ന വ്യത്യസ്തതകളുള്ള വംശങ്ങളും സംസ്കാരങ്ങളും ഒരു ഏകീകൃത സംസ്കൃതിയിൽ ലയിക്കുന്നത് എത്രത്തോളം അസാധ്യമാണെന്ന് ജർമ്മനി കാണിച്ചു തന്നു. എങ്ങനെ? അവിടെയുള്ള ജൂത സമൂഹത്തിന്റെ ഉദാഹരിച്ചുകൊണ്ടാണ് ഗോൾവാൾക്കർ ഹിറ്റ്ലറുടെ ആരാധനയോടുകൂടി എഴുതുന്നത്. ജർമ്മനി കാണിച്ചു തന്നു. ഹിറ്റ്ലറുടെ ജർമ്മനി കാണിച്ചു തന്ന പാഠം ഹിന്ദുസ്ഥാനിൽ ഉപയോഗിക്കാനും നേട്ടങ്ങൾ കൊയ്യാനും നമ്മെ സഹായിക്കട്ടെ. ഹിന്ദുത്വ ശക്തികൾ ആരാധനയോടെ ഗുരുജി എന്ന് വിളിക്കുന്ന ഗോൾവാൾക്കറുടെ വാക്കുകളാണിവ. ആ വാക്കുകൾ പിന്തുടർന്നുകൊണ്ടാണ് അവർ കന്തമാലിലെ കൊലപാതകങ്ങൾ, നരഹത്യ, നരനായാട്ട് നടത്തിയത്. അത് തന്നെ ആവർത്തിച്ചത് മറ്റു പല ഘട്ടങ്ങളിലുമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് വേണ്ടത് ചെറുത്തുനിൽപ്പാണെന്ന്. ഇപ്പോ 2024 തെരഞ്ഞെടുപ്പിൽ ഞാൻ ചെറിയ രീതിയിൽ രാഷ്ട്രീയം പറയാതിരിക്കാൻ പറ്റില്ല. 2-3 സെന്റൻസേ പറയുള്ളൂ. 2024 തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ ശക്തികളും ഒരുമിച്ചു എന്നൊരു തോന്നലുണ്ടാക്കി. മൊത്തം പ്രതിപക്ഷ കക്ഷികളും ഒരുമിച്ച് നിന്ന് ഇന്ത്യ സഖ്യമുണ്ടാക്കി
ഒരു മത്സരത്തിനൊരുങ്ങി. ഉള്ളിലുള്ള പടലപ്പിണക്കങ്ങൾ അവിടെ നിലനിർത്തിക്കൊണ്ടൊക്കെ തന്നെയായിരുന്നു ഈ മത്സരം ഉണ്ടായത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ സഖ്യത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഏതാണ് 233 സീറ്റുകളിലേക്ക് ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ കക്ഷികൾക്കും കൂടി വളരാൻ സാധിച്ചു. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യവും ഒഴിവായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മളൊക്കെ ആശങ്കപ്പെട്ടിരുന്നത്, അതായത് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷവും അവരുടെ സഖ്യത്തിന് 2/3 ഭൂരിപക്ഷവും ഉണ്ടെങ്കിൽ അവർ ചെയ്യുമായിരുന്നു എന്ന് കരുതിയ ചില കാര്യങ്ങളുണ്ട്. ഞാനത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിലും ഞാൻ നിങ്ങളുടെ പറഞ്ഞു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള ഒരു വലിയ ശ്രമം ഇവർ നടത്തുന്നുണ്ട്. RSSന്റെ പ്രഖ്യാപിത നയം തന്നെ എന്തായിരുന്നു? ഈ രാജ്യത്തിന് ഇപ്പോൾ ഉള്ളത് പോലുള്ള ഒരു ഭരണഘടനയല്ല വേണ്ടത്. ഈ രാജ്യത്തിന് വേണ്ടത് ഈ രാജ്യത്തിന്റെ 1000 ആണ്ടുകൾ പഴക്കമുള്ള, അല്ലെങ്കിൽ 5000 വർഷത്തിന്റെ ചരിത്രം പറയുന്ന ഹൈന്ദവികതയുടെ അടിത്തറ ഉറഞ്ഞുകിടക്കുന്ന മനുസ്മൃതിയിലാണ്. ആ മനുസ്മൃതിയാണ് വാസ്തവത്തിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടന ആവേണ്ടത്. അങ്ങനെ ഒരു മതരാഷ്ട്രമായി, ഒരു ഹൈന്ദവ ബ്രാഹ്മണ്യ രാഷ്ട്രമായി ഇത് മാറ്റിയെടുക്കണമെന്നുള്ള ശാഠ്യത്തോടെ നിൽക്കുകയും കാലാന്തരേണ ഒരു RSS പ്രചാരകനായിരുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ ഭരണം ഏൽപ്പിക്കപ്പെടുകയും ചെയ്തപ്പോൾ അറിയാമല്ലോ, അദ്ദേഹം നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി വലിയൊരു RSS പ്രചാരകനായിരുന്നു. അവരുടെ വലിയ ഭാരവാഹിയൊക്കെ ആയിരുന്നു. അതിനെന്തോ പേരൊക്കെ പറയാം, പേരൊന്നും എനിക്കറിയില്ല. പ്രചാരകെന്നോ പ്രക്ഷേപകെന്നോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ഒരാൾ തന്നെ വന്നു കഴിഞ്ഞപ്പോഴാണ് RSSന് കുറെ കൂടി ശക്തിയായത്. ആ പ്രവർത്തനങ്ങൾ ശക്തി ആർജിച്ചു വരികയാണ്. അതിനൊരു തടയിടാനായിട്ട് ഞാൻ തീർച്ചയായും ഭയപ്പെട്ടിരുന്നതാണ്, ഇവർക്ക് 2/3 ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ഇവർ ഭരണഘടനയെ അട്ടിമറിക്കുമെന്നും ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ സ്ഥാനത്ത് നിന്ന് പോലും ഞാൻ കടന്നു പറയുന്നു എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടാവും. ഒരിക്കലും അത് സംഭവിക്കില്ല, വെറുതെ വിളിച്ചു പറയുകയാണോ എന്ന് ചോദിച്ചവരുണ്ട് എന്നോട് പലപ്പോഴും. ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ഗാന്ധിജിയെ പോലും നീക്കം ചെയ്ത് അവർക്ക് യുക്തമായ ആളുകളെ നിർണയിക്കാനുമുള്ള സാധ്യതകൾ സംഭവിച്ചേക്കുമെന്നുള്ള ഭയപ്പാടുണ്ടായിരുന്നു. ആ ഭയപ്പാട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിന് അധികം കാലമൊന്നുമില്ല, വർഷങ്ങൾ വളരെ പെട്ടെന്ന് കടന്നു പോകും. 2029 മെയ് ആകുമ്പോൾ വീണ്ടും തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പ് വരും. ആ തെരഞ്ഞെടുപ്പിൽ RSS ആഗ്രഹിക്കുന്നത് പോലെ ഭൂരിപക്ഷം അവർക്ക് കിട്ടുകയാണെങ്കിൽ ഇന്ത്യ ഒരു മതരാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് അതിന്റെ എല്ലാ ഗൃഹപാഠങ്ങളും തീർത്തു വച്ചിരിക്കുകയാണ്. ഒരിക്കൽ കാശിയില്, മനുസ്മൃതി അവിടെ നിൽക്കട്ടെ, കാശിയില് ഹൈന്ദവ സന്യാസിമാരുടെ 4 വർഷമോ മറ്റോ ആയി ഒരു സമ്മേളനം നടന്നപ്പോൾ ആ സമ്മേളനത്തിൽ വച്ച് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ബദലായി ഒരു ഹൈന്ദവ കേന്ദ്രീകൃത മതരാഷ്ട്ര ഭരണഘടന തയ്യാറാക്കി പ്രസിദ്ധീകരിക്കാൻ അവർ തയ്യാറായതാണ്. ഓർമ്മയുണ്ടാകും നിങ്ങളിൽ പലർക്കും. 4 വർഷമേ കടന്നുപോയിട്ടുള്ളൂ. അപ്പൊ അത്തരം നീക്കങ്ങൾ എല്ലാം സജീവമാണ്. ഗൃഹപാഠങ്ങൾ പൂർത്തിയായിരിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് വലിയ ഭവിഷ്യത്താണ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന മതസ്വാതന്ത്ര്യം, എന്തിന് മനുഷ്യാവകാശങ്ങൾ പോലും കീറക്കടലാസായി മാറുന്ന കാലമാണ്. അതുകൊണ്ട് ഒരിക്കലും ആശങ്കപ്പെട്ട് മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. മനസ്സിലെ ആശങ്കകൾ
വിജൃംഭിപ്പിച്ച് ശക്തമായ പ്രതികരണങ്ങളുമായി രാജ്യത്ത് ഇറങ്ങി പുറപ്പെടാൻ തയ്യാറാവണം. അപ്പോഴും ഞാൻ പറയുന്നു, ഹിന്ദു എന്ന് പറയുന്നതും ഹിന്ദുത്വം എന്ന് പറയുന്നതും രണ്ട് തന്നെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ രാജ്യത്തിന്റെ ഹൈന്ദവർ ഒരിക്കലും RSSന്റെ വിധ്വംസ പ്രവർത്തനത്തിന് പൂർണ്ണമായും യോജിക്കുന്നവരല്ല. അവരെ മെല്ലെ മെല്ലെ വഴിയിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ RSS ചൂണ്ടിക്കാണിച്ചതുപോലെ ക്രിസ്ത്യൻ മതം ദളിതരായ നിരക്ഷരരുടെ ഉള്ളിൽ കടന്ന് മതം മാറ്റം നടത്തുന്നു എന്ന് പറഞ്ഞതിന് തുല്യമായ വിധം ഇന്ന് രാജ്യത്തെ ഉത്തരേന്ത്യയിലുള്ള വടക്കേന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലെ ബീഹാറും അതുപോലെ ഒറീസയും ഉത്തർപ്രദേശും പോലെയുള്ള സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ ഇടയിൽ ഈ വർഗീയ വിഷം കുത്തിക്കലക്കുകയാണ്. 2002 കലാപത്തിന്റെ അനന്തരഫലമായി മാത്രമാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് യോജിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഘട്ടം ഘട്ടമായാണ്. ഇവിടെ UPA സർക്കാരിന് ഒരു ഇടവേള ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഘട്ടത്തിൽ അടൽ ബിഹാരി വാജ്പേയി വന്നിരുന്നു. അന്ന് പണ്ടൊക്കെ ശരിക്ക് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയില് ഒരു 1970 വാജ്പേയി വന്നത് 85 മറ്റോ ആണെന്ന് തോന്നുന്നു. ആ ഒരു കാലഘട്ടത്തിൽ 10-30 വർഷത്തിന്റെ ഒരു കാലഘട്ടത്തിന്റെ ഇടവേളയിൽ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേവലം 38 വെറുതെ പറയല്ല, 38 മരണങ്ങളാണ്. ആക്രമണങ്ങളാണ്. മരണം അതിലും താഴെയാണെന്ന് തോന്നുന്നു ക്രൈസ്തവരുടെ നേരെ സംഘപരിവാർ നടത്തിയിട്ടുള്ളൂ ആ ഒരു കാലഘട്ടത്തിൽ. പക്ഷെ ഒറ്റയടിക്ക് അടൽ ബിഹാരി വാജ്പേയി ഭരണത്തിൽ വന്ന ഘട്ടത്തിൽ ഓരോ വർഷവും ഏതാണ്ട് 100-ന് അടുക്കെ ആക്രമണങ്ങൾ നടന്നു എന്നുള്ളത് റെക്കോർഡുകളുള്ളതാണ്. 100-നടുക്കെ. അത് കഴിഞ്ഞ് 2002 കാന്തമാൻ അത് ഏറ്റവും വലിയൊരു കലാപമായി നിലനിൽക്കുമ്പോഴും അതിനുശേഷം ഓരോ വർഷങ്ങളിലും 2014 മുതൽ ഞാൻ അതിന്റെ ഒരു കണക്കെടുത്ത് എൻ്റെ കമ്പ്യൂട്ടറിൽ ഇട്ടിട്ടുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ, അതിവിടെ കാണും. ആക്രമണങ്ങൾ എങ്ങനെയായിരുന്നു ഒരു എണ്ണം പറയാം. 2008 കാന്തമാർ കഴിഞ്ഞ് അത് മുതലുള്ളതാണ് ഞാൻ പറഞ്ഞത്. കാന്തമാറിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. 2009 ഇന്ത്യയിലുണ്ടായ ക്രൈസ്തവ ആക്രമണങ്ങൾ 151. 151. അടുത്ത വർഷം അതിൽ ഒന്ന് കുറഞ്ഞു, 150. 2011 ആയപ്പോൾ 142. അത് 12-ലെത്തിയപ്പോൾ 137. 2013 എത്തിയപ്പോൾ 147. മോദി അധികാരത്തിൽ വരുന്ന 2014 അത് 147 ചെറിയ വർധന. അടുത്ത വർഷം 15 179. 16 അത് ഒറ്റയടിക്ക് വർദ്ധിക്കുകയാണ് 247. അടുത്ത വർഷം 350 എത്തി. 351. അതിനടുത്ത വർഷവും ഏതാണ്ട് തത്തുല്യമായി പോയി 325. പിന്നെ 366, 327. 2021 ഇവരുടെ ആക്രമണം വളരെ ശക്തമായി വരുന്നൊരു ഘട്ടത്തിൽ അത് 505 ഒറ്റയടിക്ക് കുത്തിക്കയറുകയാണ്. 505. അടുത്ത വർഷവും ഏതാണ്ട് അങ്ങനെ തന്നെ പോയി 590, 600 അടുക്കെ. 23 കാന്തമാൽ ഉൾപ്പെടെ 734 ആക്രമണങ്ങൾ സംഭവിച്ചു. 734.
അല്ല, അതെ, 734. അത് കഴിഞ്ഞ് 2024 കഴിഞ്ഞ വർഷം 834 പേര് മരിച്ചു. അല്ല, മരിക്കുകയല്ല, ആക്രമണങ്ങളുണ്ടായി. മരണത്തിന്റെ കണക്ക് ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനത് ആദ്യത്തെ ചൂണ്ടിക്കാണിച്ചത് 2009 അടൽ ബിഹാരി വാജ്പേയി വന്നതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ പോലും 150 ആക്രമണങ്ങൾ സംഭവിച്ചപ്പോൾ അത് കഴിഞ്ഞ വർഷം 835 വർദ്ധിച്ചു. ഈ വർഷത്തെ കണക്ക് വരുമ്പോൾ അത് 1000 കടക്കും എന്നുറപ്പാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സഭാവസ്ത്രം ധരിച്ച് കന്യാസ്ത്രീമാർക്ക് പോലും യാത്ര ചെയ്യാൻ സ്വാതന്ത്ര്യമില്ലാത്തൊരു സാഹചര്യം രാജ്യത്തുണ്ടാക്കി വെക്കുന്നുണ്ട്. നമ്മൾ കണ്ടതാണല്ലോ, ഇവിടെ ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ ട്രെയിനിൽ നിന്ന് കന്യാസ്ത്രീമാരെ ബലമായി വലിച്ചിറക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ബലമായി അവർക്കെതിരെ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ കേസെടുപ്പിച്ച ചരിത്രമുള്ളത് നമുക്കറിയാം. ഈ 151 മുതൽ 834 വരെ ഞാൻ പറഞ്ഞ ഈ വളർച്ച യാഥാർത്ഥ്യമാണെന്ന് ഞാൻ പറയില്ല. യാഥാർത്ഥ്യമായ കണക്ക് ഇതിനേക്കാളൊക്കെ വളരെ വലിയായിരിക്കും. ഇത് പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലുമൊക്കെ രേഖപ്പെടുത്തപ്പെട്ട കേസുകളുടെ അടിസ്ഥാനത്തിലുള്ള കണക്കാണ്. യഥാർത്ഥ കണക്ക് വളരെ ഭീകരമായിരിക്കും. കന്തമാലിൽ മരിച്ചത് 100 പേര് താഴെയാണെന്ന് സർക്കാർ കണക്കിട്ടപ്പോൾ വിദേശ പത്രപ്രവർത്തകരുൾപ്പെടെയുള്ള ഏജൻസികൾ കണക്കെടുത്തത് 500-നേറെയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള അക്രമങ്ങളിൽ മാറ്റമുണ്ടാവുന്നത്. കേരളത്തിൽ മാത്രമാണ് ഇത്തരം അക്രമങ്ങൾ നടക്കാതെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ മതസൗഹാർദ്ദം തകർക്കണമെന്നും ഒരു ഹൈന്ദവവൽക്കരണം പൂർണ്ണമായും നടത്തണമെന്നും കൃത്യമായ അജണ്ടയോടുകൂടി കുറെ ആയി അവർ പ്രവർത്തിക്കുന്നുണ്ട്. പ്രബുദ്ധ കേരളം എന്ന് ഞാൻ ആദ്യം പറഞ്ഞ വാക്കൊന്നും കൂടി ആവർത്തിക്കുകയാണ്. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ നൈരന്തര്യം കൊണ്ടാണെന്നോ അതല്ലെങ്കിൽ RSS അത്രയും ശക്തിയായി കേരള മണ്ണിൽ കാലുറപ്പിക്കാൻ ശ്രമിക്കാതിരുന്നിട്ടാണോ എന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ ജനങ്ങളുടെ ഉള്ളിൽ, അവരുടെ മനസ്സിൽ അടിച്ചുറപ്പിക്കപ്പെട്ട ഒരു ബോധമുണ്ട്, ഒരു സാംസ്കാരിക നിലവാരമുണ്ട്, ഒരു ബൗദ്ധിക ഔന്നത്യമുണ്ട്, അതിനപ്പുറത്ത് ഒരു മാനവികതയെക്കുറിച്ചുള്ള ചിന്തയുണ്ട്. ആ മാനവികതയുടെയൊക്കെ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വിഷയങ്ങളെ തള്ളിക്കളയാൻ കേരള മനസാക്ഷിക്ക് കഴിയുന്നത്. എങ്കിലും ഓരോ ദിവസവും ഇവരുടെ കാൽപ്പാടുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളത് മറന്നു കളയരുത്. കേരളത്തിലെ തന്നെ കത്തോലിക്കരായ ചില മെത്രാന്മാർ വരെ RSSന് ഓശാന പാടുന്നത് കണ്ട് ഞെട്ടിത്തെറിച്ചവരാണ് നമ്മളൊക്കെ. ഞാൻ പേരെടുത്ത് തന്നെ പറയുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്തിരിക്കുന്ന കർദിനാൾ ജോർജ് ആലഞ്ചേരിയും അതുപോലെ തന്നെ പാലയിലെ മെത്രാൻ ജോസഫ് കല്ലറങ്ങാടുമൊക്കെ എന്താണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് നമുക്കറിയാം. RSSനെ സ്വാഗതം ചെയ്യുകയും മുസ്ലിം ന്യൂനപക്ഷത്തെ തകർത്തു കളയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങണമെന്നുമൊക്കെ പറഞ്ഞപ്പോൾ പൊതുവെ ക്രൈസ്തവ മതനേതൃത്വം നിശബ്ദരായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് സമ്മതം മൂളുകയായിരുന്നോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. എൻ്റെ അറിവിൽ ഒരേ ഒരു മെത്രാനാണ് ഇത്തരം നിലപാടുകൾക്കെതിരെ സംസാരിച്ചത് കേരളത്തിൽ. അദ്ദേഹം എൻ്റെ ഒരേ പ്രായക്കാരനാണ്, എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. ഞങ്ങളൊക്കെ തമ്മിൽ മനുഷ്യാവകാശ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. കണ്ണൂർ മെത്രാനായിരിക്കുന്ന അലക്സ് വടക്കുംതല, ബിഷപ്പ് അലക്സ് മാത്രമാണ് ഓപ്പണായിട്ട് ഇത്തരം നിലപാടുകൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്.
ബാക്കി മെത്രാന്മാർ നിശബ്ദത പാലിക്കുമ്പോൾ നമ്മെക്കുറിച്ച് പൊതുസമൂഹം എന്താണ് ധരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത കൂടിയുണ്ട്. അതവിടെ നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെയൊക്കെ വ്യക്തിത്വത്തിന്റെ മനസ്സിൽ, വ്യക്തിപരമായ വ്യക്തിത്വത്തിന്റെ, നമ്മുടെയൊക്കെ സ്വത്വത്തിന്റെ ഉള്ളിൽ നമ്മൾ അവലംബിച്ചിരിക്കുന്ന ഒരു മാനവികതയുടെ മുഖമുണ്ട്. ആ മാനവികതയുടെ മുഖം ഒരിക്കലും തളർന്നു പോകാതിരിക്കാനെങ്കിലും നമുക്ക് പരിശ്രമിക്കണം. തളർന്നു പോകാതിരിക്കാൻ എന്നാൽ വളരാനാണ് പരിശ്രമിക്കേണ്ടത്. അങ്ങനെ ആ വളർച്ചയിലേക്ക് എത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും തളർച്ചയിലേക്ക് വീഴാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ വരുമ്പോൾ യേശു പറഞ്ഞതുപോലെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ നമുക്ക് പഠിക്കാം. ശത്രുവിനെ സ്നേഹിക്കാനും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശത്രുവിനെയും നിരാകരിക്കാൻ ഞാൻ പറയുന്നില്ല. പക്ഷെ ശത്രുവിനെ സ്നേഹിക്കുമ്പോൾ യേശു പറയാത്തൊരു വാചകം ഞാൻ പറയും. ഒരു വിരൽ അകലം പാലിച്ചിട്ട് തന്നെ വേണം സ്നേഹിക്കാൻ. കാരണം നാം തുറന്നു കൊടുക്കുന്ന വാതിലിലൂടെ വിഷമാണ് അവർ വിതറുന്നതെങ്കിൽ, അത് ഈ സമൂഹത്തിന് മൊത്തത്തിൽ ഹാനികരമാണെങ്കിൽ അത് നമ്മൾക്ക് പ്രശ്നഭരിതം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാനിപ്പോ എത്ര മിനിറ്റായി സംസാരിക്കുന്നത്? അഡ്മിൻ, ഹലോ, കേൾക്കുന്നുണ്ടോ ഞാൻ പറയണ? നിങ്ങളെ ഉദ്ദേശിച്ച സമയം കഴിഞ്ഞോ? ഏറെക്കുറെ കഴിഞ്ഞു, എന്നാലും കണ്ടിന്യൂ ചെയ്യാം. വിഷയം പൂർണ്ണമായിട്ട് അവതരിപ്പിച്ചോ? കുഴപ്പമില്ല. ഓക്കെ. ഒരല്പം ഇതര ന്യൂനപക്ഷ മത താല്പര്യം വിഷയം കൂടി പറയുന്നതുകൊണ്ട് അപാകതയില്ലല്ലോ? ഇല്ല. ഓക്കെ. കാരണം ഞാൻ പറഞ്ഞു വെച്ചത് നിന്നെ പോലെ നിന്റെ സഹോദരനെ കാണാൻ പഠിക്കണമെന്നാണല്ലോ യേശു പറഞ്ഞു. ഞാൻ ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നാണ് എന്നെ അഡ്മിൻ ചൂണ്ടിക്കാണിച്ചത്. ഞാനൊരു വെറും യേശുവിന്റെ ഒരു പടയാളി മാത്രമാണെന്ന് അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ മുസ്ലിം വംശീയതയുടെ തുടക്കം ഞാൻ പറഞ്ഞു, വംശീയ ഉന്മൂലന താല്പര്യത്തിന്റെ. അത് കഴിഞ്ഞ് 2002 എത്തുന്നു. അതിനു മുമ്പ് വളരെ ആസൂത്രിതമാണ് അവരുടെ നീക്കങ്ങൾ എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ അത് ഘട്ടം ഘട്ടമായി എന്ന് സൂചിപ്പിക്കുന്നത്. 5 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. 85 കലാപത്തിന് ശേഷമാണ് 90 എന്താണ് സംഭവിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാണല്ലോ രാമജന്മഭൂമി രാമക്ഷേത്രം. ആ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിന് ജനങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അന്ന് BJPയുടെ അധ്യക്ഷനായിരുന്ന ലാൽകിഷൻ അദ്വാനി, LK അദ്വാനി ഒരു രഥയാത്ര നടത്തി. ആ രഥയാത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒട്ടേറെ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. അത് 90 അന്ന് ഇന്ത്യ ഭരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാം. എങ്കിലും ഞാൻ പേരൊന്ന് പറയാം. അന്ന് VP സിംഗ് ആണ് ഭരിക്കുന്നത്. VP സിംഗിനെ അന്ന് BJP ഇല്ല, അന്ന് ജനതാ പാർട്ടിയാണ്, ജനസംഘിന്റെ രൂപാന്തരം. അവര് പിന്തുണയ്ക്കുന്നുണ്ട്. മറ്റു പലരും, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഇടതുപക്ഷം ഉൾപ്പെടെ അന്ന് VP സിംഗിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൂട്ടുമന്ത്രിസഭയായിട്ടാണ് VP സിംഗ് നിലനിൽക്കുന്നത്. അന്ന് VP സിംഗിന്റെ മന്ത്രിസഭയ്ക്ക് ഇളക്കം തട്ടിച്ചുകൊണ്ടാണ് രഥയാത്ര നടത്തുന്നത്. രഥയാത്ര അയോധ്യയിൽ പ്രവേശിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അനിഷ്ട സംഭവങ്ങൾ ലോകം മുഴുവനും ചർച്ച ചെയ്തിരുന്നു. വലിയ രാഷ്ട്രീയ കോലാഹലങ്ങളിലേക്ക് ഓരോ ദിവസത്തെ യാത്രയും മുന്നോട്ട് പോകുമ്പോഴും ചെന്നെത്തിക്കൊണ്ടിരുന്നു. അവസാനം
രഥയാത്ര, അതിന്റെ ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല, ബീഹാറിൽ പ്രവേശിച്ചു. ബീഹാറിൽ യാത്ര തുടരാൻ ശ്രമിക്കുമ്പോൾ അന്നത്തെ ബീഹാർ മുഖ്യമന്ത്രി, നമ്മളൊക്കെ പലപ്പോഴും ഒരു തെമ്മാടിയാണെന്ന് പറയുമെങ്കിലും വലിയ അഴിമതിക്കാരനാണ്, ലാലു പ്രസാദ് യാദവ്. അദ്ദേഹം രഥയാത്രയെ തടുത്തു. രഥയാത്ര നിർത്തിവെക്കേണ്ടി വന്നു. അത് വലിയ രാഷ്ട്രീയ കോളിളക്കമുണ്ടായി. ആ രാഷ്ട്രീയ കോളിളക്കത്തിന്റെ അനന്തരഫലമായി കേന്ദ്രത്തിന് BJP കൊടുത്തിരുന്ന, അല്ലെങ്കിൽ ജനതാ പാർട്ടി കൊടുത്തിരുന്ന പിന്തുണ പിൻവലിച്ചു. VP സിംഗ് താഴെ വീണു. 92-ൽ ആണ് പിന്നീട്, അല്ല, അത് കഴിഞ്ഞാണ് അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ആണ് ആന്ധ്രാക്കാരനായ, പേരുകളൊക്കെ മറന്നു പോണല്ലോ, നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് 92-ൽ വലിയൊരു പ്രകടനം, അല്ലെങ്കിൽ വലിയൊരു മുന്നേറ്റം RSS സംഘടിപ്പിക്കുന്നത്. അതിൽ നിന്ന് BJPയുടെ പ്രധാന നേതാക്കന്മാർ ഒഴിഞ്ഞു നിന്നു എന്നാണ് പറയുന്നത്. ശിലാന്യാസം നടത്താനായിട്ട് ഒരു വലിയ ജാഥയോടുകൂടിയാണ് ശിലാന്യാസത്തിന് അയോധ്യയിലേക്ക് അവർ കടന്നു ചെല്ലുന്നത്. അവിടെ ബാബറി മസ്ജിദിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വിശദീകരിച്ചൊന്നും പറയുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന, ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യങ്ങളാണ്. ആ 92-ൽ ആ ബാബറി മസ്ജിദിന്റെ മുകളിൽ കയറി നിന്ന് ആ മന്ദിരം പൊളിച്ചുകൊണ്ട് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിൽ തുടങ്ങിവെച്ച മുസ്ലിം വംശീയ ഉന്മൂലന ശ്രമത്തിന്റെ അടുത്ത പടി കൂടി അവർ മുന്നോട്ട് വച്ചു. അതും ഒരു ഹൈന്ദവ ഏകീകരണത്തിന് വഴിവെച്ചു എന്നുള്ളത് നമ്മൾ തള്ളിക്കളയുന്നില്ല. അപ്പോഴും കുറെ നിരക്ഷരരായ ആളുകളാണല്ലോ കൂടുതലും നമ്മുടെ നോർത്ത് ഇന്ത്യയിലുള്ളത്. സ്വാഭാവികമായും അത്തരം ആളുകളുടെ ഇടയിൽ അവര് എല്ലാ ദിവസവും എന്ന വണ്ണം അവരുടെ ചെവികളിൽ ഉതിരപ്പെടുന്ന ഹിന്ദുത്വ മന്ത്രങ്ങൾ അവരെ കുറെയൊക്കെ സ്വാധീനിച്ചിരുന്നു. അങ്ങനെയാണ് കുറെ മാറ്റങ്ങൾ ഉണ്ടായത്. അതിന്റെ അടുത്ത ഘട്ടമാണ് ഗോദ്രയിലെ ട്രെയിൻ തീവപ്പും അഹമ്മദാബാദിലെ കലാപവും. ഗോദ്രയിലെ ട്രെയിനിന് തീവച്ചത് മുസ്ലിങ്ങളാണെന്നാണ് പ്രചാരണമുണ്ടായത്. ഇപ്പോഴും ആരാണ് തീവച്ചതെന്നതിനെ കുറിച്ച് വ്യക്തതയില്ല. അന്ന് റെയിൽവേ മിനിസ്റ്റർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് അന്വേഷിപ്പിച്ചിരുന്നു ഈ കാര്യം, ഗോദ്ര കലാപം, ഗോദ്ര തീവയ്പ്. ജുഡീഷ്യൽ റിപ്പോർട്ട് എന്തായിരുന്നു? ട്രെയിനിന് തീ പടർന്നത്, അതായത് ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ വന്നു നിന്നപ്പോൾ പുറമേ നിന്നുള്ളവർ തീ വച്ചു എന്നാണ് പറഞ്ഞത്. ഗോദ്ര വന്നപ്പോൾ അവിടെ ആ ട്രെയിനിന് തീ പടർന്നത് ട്രെയിനിന്റെ ഉള്ളിൽ നിന്നാണെന്നാണ് റിപ്പോർട്ട് പുറത്തു വന്നത്. അതൊക്കെ 2002-ലെ കലാപത്തിന് ശേഷമാണ് പിന്നീട് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്നു. ആ ഗോത്രയിലെ 2002-ലെ തീപിടുത്തത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വ്യാപകമായ അക്രമങ്ങൾ ഉണ്ടാവുകയും 1500-ലേറെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും അന്യോന്യമുള്ള ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ടു. ഹിന്ദു മരിച്ചാലും മുസ്ലിം മരിച്ചാലും ഇനി വേറെ ഏത് ജാതിയിൽപ്പെട്ടവർ മരിച്ചാലും മരിച്ചു വീഴുന്നത് മനുഷ്യനാണ് എന്നുള്ളതാണ് നമ്മുടെ പ്രഥമ ചിന്ത. 2000-ലേറെ ആളുകൾ അന്നവിടെ മരിച്ചു. നൂറുകണക്കിന് സ്ത്രീകൾ പരസ്യമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു. നമ്മളെയൊക്കെ നൊമ്പരപ്പെടുത്തുന്ന
ഒരു നിലവിളിയുണ്ട്. ആദ്യത്തെ നിലവിളി, ശബ്ദമില്ലാത്ത നിലവിളി ഏതാണെന്ന് ഓർക്കുന്നില്ലേ? പൂർണ്ണഗർഭിണിയായ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വയറ് ശൂലം കൊണ്ട് കുത്തിപ്പിളർന്ന് ആ ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്ത സന്ദർഭത്തിൽ ആ കുഞ്ഞ് പുറപ്പെടുവിച്ച ശബ്ദമില്ലാത്ത നിലവിളി, 1000 സൈറന്റെ ഒരുമിച്ചുള്ള ശബ്ദമായി ഇന്നും നമ്മുടെയൊക്കെ ചെവികളിൽ ആ നിലവിളി മുഴങ്ങുന്നുണ്ട്. ശബ്ദമില്ലാത്ത ആ നിലവിളിക്ക് അത്രയേറെ മുഴക്കമുണ്ടെന്ന് എനിക്ക് പറയാതിരിക്കാനാവില്ല. അങ്ങനെ ഒട്ടനവധി അതിക്രമങ്ങൾ ചെയ്തു. ആ അതിക്രമങ്ങൾ ചെയ്തത് ഭരണകൂട പിൻബലത്തിലാണെന്ന് പിന്നീട് കമ്മീഷനുകൾ റിപ്പോർട്ട് എഴുതി. അന്നത്തെ DGP ആയിരുന്ന സഞ്ജയ് ഭട്ട് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ എഴുതി. അദ്ദേഹം ഇന്നും ജയിലിലാണ്. അന്ന് ജയിലിൽ അടച്ചിട്ട് അദ്ദേഹം ഇന്നും ജയിലിലാണ്. അങ്ങനെ ഭരണകൂടം കൂടി നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെ അനുമതി ഉണ്ട് എന്ന വണ്ണം നടത്തപ്പെട്ട ആ നരഹത്യ പിന്നീട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. ആ ആക്രമണത്തിന് ശേഷം അത്രയേറെ ഭീകരമായ ആക്രമണത്തിലേക്ക് അവർ കടക്കുന്നില്ല. കാരണം തിരിച്ചടി പലപ്പോഴും ഉണ്ടാവുന്നുണ്ട് മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് തിരിച്ചടിയല്ല. സമൂഹത്തിൽ നിന്നുണ്ടാവേണ്ടത് തിരിച്ചടികളല്ല, ചെറുത്തുനിൽപ്പാണ്. ചെറുത്തുനിൽപ്പെന്ന് പറയുന്നത് മാനവികതയുടെ അടിസ്ഥാനത്തിലുള്ള ചെറുത്തുനിൽപ്പാണ്. കോടതികൾ കാവ്യവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാലും ആ കാവ്യയെ വലിച്ചു ചീന്തിക്കൊണ്ട് അതിനപ്പുറത്ത് ഒരു മനുഷ്യത്വത്തിന്റെ നിറമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഭരണഘടനയെ സംരക്ഷിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് കോടതികളിലെ നമുക്ക് സമീപിക്കേണ്ടി വരും. ഞാൻ ഇടയ്ക്ക് പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ മുഴുവൻ ഹിന്ദുക്കളും ഒരിക്കലും ഹിന്ദുത്വത്തിന് വിധേയരല്ല. അത് തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ഭരണഘടനാ സമ്മേളനത്തിൽ കണ്ടത് ഞാൻ പറഞ്ഞില്ലേ, 90% ആളുകളും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയില് ഹിന്ദുക്കളായിരുന്നിട്ടും മതത്തെ സംരക്ഷിക്കാൻ, എല്ലാ ന്യൂനപക്ഷ മതങ്ങളെയും സംരക്ഷിക്കാനുള്ള നിയമം ഉണ്ടാക്കാനായിട്ട് അവർ ഒറ്റക്കെട്ടായി നിന്നതാണ്. അതാണ് ഇവിടുത്തെ ഈ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ കൾച്ചർ. ആ കൾച്ചറിനെ പൊളിച്ചെഴുതാൻ ശ്രമിക്കുന്നതാണ് RSSും സംഘപരിവാർ സംഘങ്ങൾ മൊത്തത്തിലും. അതിൽ നിന്ന് ഈ ജനത ഒരു കയ്യകലത്തിലാണെങ്കിൽ പോലും വിട്ടു തന്നെയാണ് നിൽക്കുന്നത്. ഹൈന്ദവ സമൂഹം അവരുടെ യഥാർത്ഥ മാനവിക ബോധത്തിലേക്ക് നമ്മുടെ ചിന്തകൾ പകർത്തി വിടാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. അപ്പുറം നിന്ന് വരുന്ന വംശീയ വിഷജ്വാലകൾക്കപ്പുറത്ത് ഇവിടെ മാനവികതയുടെ കുളിർമ കലർന്ന ജലം ഒഴുക്കിവിടാൻ കഴിയണം. അങ്ങനെ ഒഴുക്കിവിടാൻ കഴിയുമ്പോഴാണ് സ്വാഭാവികമായും വിഷലിപ്തമായ അഗ്നിജ്വാലകൾ താനെ കെട്ടടങ്ങുന്നത്. അവിടെ നമുക്ക് യഥാർത്ഥ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനായി കഴിയണം. അവിടെ 29 തെരഞ്ഞെടുപ്പ് വളരെ പ്രസക്തമാണെന്ന് ഞാൻ പറയുന്നു. ഒരിക്കലും കേരളത്തിൽ കഴിഞ്ഞ തവണ ഒരു BJP സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഒരാളല്ല ഞാൻ. പലരുമൊക്കെ പ്രെഡിക്റ്റ് ചെയ്തു സംഭവിക്കും. പക്ഷെ എന്റെ മനസ്സാക്ഷി അങ്ങനെ സമ്മതിക്കാൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ സംഭവിച്ചു. സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു, എന്നെ ജയിപ്പിച്ചത് അവിടുത്തെ ക്രൈസ്തവരാണെന്നാണ്. സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് ചെയ്തതിൽ ഞാൻ അഭിപ്രായ വ്യത്യാസമുള്ള ആളല്ല. പക്ഷെ ആശയപരമായി ചെറുക്കപ്പെടേണ്ട ഒരു സമൂഹത്തിന് കാര്യങ്ങൾ തിരിച്ചറിയാതെ പിന്തുണ കൊടുക്കുന്ന നിലപാട് എത്രത്തോളം യോജിക്കുന്നതാണെന്ന് നാം ഒക്കെ ചിന്തിക്കേണ്ടതുണ്ട്.
ഒരാളുടെയും രാഷ്ട്രീയ ചിന്തകളുടെ ഉള്ളിലേക്ക് കടന്നു കയറി എന്തെങ്കിലും ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. അതൊരിക്കലും അങ്ങനെയല്ല. പക്ഷെ നമ്മൾ മുന്നിൽ കാണേണ്ടത് ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ഭരണഘടനയെയും സൂക്ഷിക്കുന്ന മതേതരത്വത്തിന്റെയും അതുപോലെ തന്നെ മാനവികതയുടെയും ഒക്കെ പ്രസക്തിയാണ്. ആ പ്രസക്തിയെ തകർക്കാൻ ആര് ശ്രമിച്ചാലും അവർക്കെതിരെ ചൂണ്ടുവിരലാവേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഏവർക്കുമുണ്ട്. അത്തരം ഉത്തരവാദിത്വത്തിലേക്ക് തലമുറകൾ കടന്നു വരണം. ഇവിടെ പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് ക്രൈസ്തവ സമൂഹങ്ങളിൽ പലർക്കും അവിടെ മാർത്തോമ സമൂഹം മാത്രമേ അവിടെയും ആ ഭൗതിക നിലവാരം വെച്ച് മാന്യത പുലർത്തി നിൽക്കുന്നുള്ളൂ. പലർക്കും തമ്മലടിച്ച് പിരിയാനാണ് നേരം. എത്രയോ കാലങ്ങളായി, എത്രയോ പതിറ്റാണ്ടുകളായി ഓർത്തഡോക്സ് സഭയിലെ, യാക്കോബായ സഭയിലെ ആ ഏറ്റുമുട്ടലുകൾ നടക്കുന്നു. ഇപ്പോ കത്തോലിക്ക സഭയിലെ സീറോ മലബാർ സഭയിൽ എന്താണ് നടക്കുന്നത്? വല്ലാത്ത ദുരന്തമാണ്, വല്ലാത്ത ദുരവസ്ഥയാണ് കാണുന്നത്. ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം ഉണ്ടാവണം. യേശുവല്ലേ നമ്മുടെ അടിസ്ഥാന മാർഗദർശി. ആ യേശുവിന്റെ ഒരു ചൈതന്യം അല്പമെങ്കിലും ക്രൈസ്തവ സമൂഹത്തിൽ നിലനിൽക്കാനുള്ള സാഹചര്യമുണ്ടാവും. എനിക്ക് പറയാൻ കഴിയുന്നുണ്ട്, ഒറ്റപ്പെട്ട ചില മിന്നാമിനുങ്ങുകളെ കാണുന്നതിനപ്പുറത്ത് യേശുവിന്റെ ചൈതന്യത്തിന്റെ ഒരു ബഹുസ്ഫുരത ക്രൈസ്തവ സമൂഹത്തിൽ, പ്രത്യേകിച്ച് എൻ്റെ ചുറ്റുമുള്ള ഈ കേരള സമൂഹത്തിൽ എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഞാനൊരു സമുദായ നേതാവായി പ്രവർത്തിച്ച ഒരാളാണ് കുറെ കാലം. അതുകൊണ്ട് ഈ സമൂഹത്തിന്റെ, ക്രൈസ്തവ സമൂഹത്തിന്റെ കുറെ പൾസുകളൊക്കെ എനിക്കും അറിയാം. മനുഷ്യാവകാശം മാത്രമല്ല എൻ്റെ മേഖല. അതുകൊണ്ട് ഞാൻ തുറന്നു പറയുകയാണ്, നമുക്ക് മാറണം, മാറിയേ പറ്റൂ. നമ്മുടെ ചിന്തകളിൽ യേശുവിന്റെ ചൈതന്യമുണ്ടാവണം. നമ്മുടെ പ്രവർത്തനങ്ങളിൽ ആ ചൈതന്യം മെല്ലെ മെല്ലെ പടർന്നു കയറണം. അങ്ങനെ വരുമ്പോൾ അന്ന് 2000 കൊല്ലത്തിനു മുമ്പ് അരികുവൽക്കരിക്കപ്പെട്ട ഒരു ജനത്തിനു വേണ്ടി ഭരണകൂടത്തോടും അവരെ വല്ലാതെ മുതലെടുത്തിരുന്ന മതനേതൃത്വങ്ങളോടും ഒറ്റയാൻ പോരാട്ടം നടത്തിയ ആ മഹാവ്യക്തിത്വത്തിന്റെ ചൈതന്യത്തിലേക്ക് നമുക്ക് പൂർണ്ണമായും പ്രവേശിക്കേണ്ട അതിൻ്റെ ഒരു നുറുങ്ങ് നമ്മളെല്ലാവരും ചേർന്ന്, കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവരും ചേർന്ന് യേശുവിന്റെ ഒരംശമാകാൻ കഴിഞ്ഞാൽ നമുക്ക് ഭയപ്പെടാതെ മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ ഭയത്തിന്റെ മുഴുവൻ സമൂഹത്തിനെയും അവരുടെ ചിന്തകളിൽ നമുക്ക് തീ പിടിപ്പിക്കേണ്ടതുണ്ട്. ആ തീ കൊളുത്തണമെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് തന്നെ ആദ്യം തീ കൊളുത്തണം. ആ ചിന്തകൾ മെല്ലെ മെല്ലെ ഈ ലോകത്തിന്റെ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രചരിക്കുമ്പോൾ അതൊരു വലിയ പരിശുദ്ധമായ ഒരു അഗ്നിയായി പ്രകാശിക്കും. ആ പ്രകാശത്തിൽ ഛിദ്രശക്തികൾ നിലം പതിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. 2029 വലിയൊരു ചൂണ്ടുപലകയായി നമ്മൾ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു മഹത്തായ മുന്നേറ്റത്തിന് സാധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.